ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പുട്ട് വളരെ സോഫ്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പും കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു മസാല പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ ഇതിൻ്റെ മസാലയാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഇതിനായിട്ടൊരു ഫിഷ് മസാലയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 5 വലിയ കഷ്ണം വറ്റിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അധികം മുള്ളില്ലാത്ത ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടോ കുറക്കോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പുളിപ്പിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്കും മസാല ഒരേപോലെ എത്തുന്ന രീതിക്ക് ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 10 മുതൽ 15 മിനിറ്റ് നേരത്തേക്കാണ് ഇതുപോലെ മാരിനേറ്റ് ചെയ്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഇതിപ്പോൾ 15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. അതിനുശേഷം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം സാധാരണ മീൻ ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ഫ്ലേവറിനായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുത്തോളൂ. ആ ഒരു കറിവേപ്പിലയും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നത് വരെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം മറിച്ചിട്ട് കൊടുത്തിട്ട് അടുത്ത ഭാഗം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒരുപാട് അങ്ങനെ മുരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഒരല്പം സോഫ്റ്റായിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഇപ്പോൾ 2 ഭാഗവും നന്നായിട്ട് തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഫിഷ് ഇപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം നമുക്കിതിൻ്റെ തൊലിയും അതുപോലെ തന്നെ മുള്ളും ഒന്ന് മാറ്റിയെടുക്കാം. വറ്റമീനിൻ്റെ തൊലി ഒരല്പം കട്ടിയുള്ളതാണ്, അതുകൊണ്ടാണ് ആ ഒരു തൊലി മാറ്റിയെടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരു ഫിഷ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മസാല തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതും ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ ബ്രൗൺ കളർ ആക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി നല്ല കനം കുറച്ചരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സ്പൂൺ അളവിൽ പറയുകയാണെങ്കിൽ 1.5 ടേബിൾ സ്പൂണോളം കാണും. ഒരു ചെറിയ കുടം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തതാണ്. എല്ലാത്തിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ഇവിടെ നന്നായിട്ട് തന്നെ സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി നല്ല കനം കുറച്ചരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആ ഒരു തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഒരു പേസ്റ്റ് രൂപത്തിലാകുന്നത് വരെയാണ് നമ്മളിത് സോട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ചേർത്ത് കൊടുത്ത മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ടോട്ടലായിട്ട് 1/2 കപ്പ് വെള്ളം ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. പക്ഷേ 1/4 കപ്പായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആദ്യം ഒരു 1/4 കപ്പ് അളവ് വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കുറവായിട്ട് തോന്നിയത് കൊണ്ട് വീണ്ടും 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് 1/2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ആ ഒരു മാറ്റി വെച്ചിരിക്കുന്ന ഫിഷാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ആ ഒരു മീൻ പൊരിച്ച എണ്ണയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് മൊത്തത്തിൽ തന്നെ ഞാനിവിടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു മസാലയായിട്ട് ഇത് നന്നായിട്ട് യോജിച്ച് വന്നതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റോളം നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു മസാലയായിട്ട് ഫിഷ് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഉപ്പ് നോക്കി കുറച്ച് കുറവായി തോന്നിയത് കൊണ്ട് മാത്രം കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഈ ഒരു സമയത്ത് എരിവ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് ഞാനിവിടെ 1/4 കപ്പ് അളവ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷനിലാണ്, പക്ഷേ ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുത്തോളൂ. ആ ഒരു തേങ്ങയും കൂടെ വരുമ്പോൾ ഈ ഒരു മസാലയുടെ രുചി ഒന്നും കൂടെ കൂടും. ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഡ്രൈ ആകുന്നത് വരെ നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിക്ക് ഡ്രൈ ആയിട്ടുള്ള മസാലയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കിതിനായിട്ടുള്ള പുട്ട് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അളവ് വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അളവ് വെള്ളവും അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തിരുന്നു. ആ ഒരു വെള്ളം ചേർത്തിട്ടാണ് ഞാനിവിടെ കുഴച്ചെടുക്കുന്നത്. വെള്ളം കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ സാധാരണ പുട്ട് നനച്ചെടുക്കുന്നത് പോലെ നനച്ചെടുക്കാം. എല്ലാം ഒന്ന് നനഞ്ഞു വരുന്ന രീതിക്ക് ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് ആദ്യം ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ മസാലയോ തേങ്ങയോ ഒന്നും ചേർക്കുന്നില്ല, വെറുതെ ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട് നേരം ആവി കയറ്റേണ്ട ആവശ്യമില്ല, ഒന്ന് ചെറുതായിട്ട് ആവി വന്നാൽ മാത്രം മതി. ഈ ഒരു രീതിക്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ നമ്മളുടെ പുട്ട് നല്ല സോഫ്റ്റായിട്ടിരിക്കും. എത്ര സമയം കഴിഞ്ഞാലും ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഒട്ടും കുറയില്ല. ഇത് ഒരുപാട് മെനക്കെട്ട പരിപാടിയൊന്നുമല്ല, 2 പ്രാവശ്യം ആവി കയറ്റി എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് ആവി കയറ്റി എടുത്തതിന് ശേഷം ഞാനൊന്ന് തട്ടിയിട്ടിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്നും കൂടെ നമ്മൾ സാധാരണ പുട്ട് നനച്ചെടുക്കുന്നത് പോലെ നനച്ചെടുക്കാം. കുറച്ചായി വെള്ളം താളിച്ച് കൊടുത്തിട്ട് നമുക്കിത് സാധാരണ നനച്ചെടുക്കുന്നത് പോലെ തന്നെ നനച്ചെടുക്കാം. അതിനുശേഷം നമ്മളിത് മസാലയൊക്കെ വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറേശ്ശായിട്ട് വെള്ളം ചേർത്ത് ഇത് നന്നായിട്ട് തന്നെ നനച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് പുട്ടുകുറ്റിയിലേക്ക് സെറ്റ് ചെയ്യാനാണ് പോകുന്നത്. ആദ്യം തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നനച്ചെടുത്തിരിക്കുന്ന റവയാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അത് ആവശ്യത്തിന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മസാല ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് വീണ്ടും റവയുടെ കൂട്ടിട്ടിട്ട് അങ്ങനെ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു സെറ്റ് ചെയ്ത പോലെ തന്നെ സെറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിൻ്റെ ആദ്യമായിട്ടും അവസാനമായിട്ടും മാത്രമാണ് ഞാൻ തേങ്ങ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവി കയറ്റിയെടുക്കാം. ഒരു 5 മുതൽ 10 മിനിറ്റ് നേരത്തേക്ക് നമ്മളിത് ആവി കയറ്റി എടുത്താൽ മതി. ആദ്യം നമ്മൾ ഒന്ന് ആവി കയറ്റി എടുത്തതാണ്, അതുകൊണ്ട് തന്നെ റവ ഒരല്പം കുക്കായി വന്നതാണ്. അതുകൊണ്ട് ഇനി ഒരു 5 മുതൽ 10 മിനിറ്റ് നേരം ആകുമ്പോഴേക്കും തന്നെ ഇത് നന്നായിട്ട് കുക്കായി വന്നോളും. അതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് ആറി വന്നതിന് ശേഷം നമുക്കിത് ആ ഒരു ആച്ചിൽ നിന്നും മാറ്റിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള നമ്മളുടെ മസാല പുട്ട് റെഡി ആയിട്ടുണ്ട്. വേറെ കറിയുടെ ഒന്നും ഒരാവശ്യമില്ല. ആ ഒരു മസാല നമുക്ക് ഇഷ്ടാനുസരണം മാറ്റിയെടുക്കാനും പറ്റും. ഫിഷ് മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ചിക്കൻ മസാലയോ അല്ലാന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ മസാലയോ ഒക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പുട്ട് എത്ര സമയം കഴിഞ്ഞാലും സോഫ്റ്റ്നെസ് ഒട്ടും കുറയില്ല. നിങ്ങൾ എന്തായാലും ഈ ഒരു രീതിക്ക് പുട്ട് ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക്സ് പറയൂ കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പുട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്സ് ഒക്കെ പറയുക. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.